ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ദേവയാനി നയനയുടെ വീട്ടിൽ പോയിട്ടാണുള്ളത്. അതായത് നയനയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നയന ഒരുങ്ങി ഇറങ്ങി നിൽക്കുകയാണ് പോകാൻ വേണ്ടി, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എന്താ ഇറങ്ങാൻ നിനക്ക് എന്തെങ്കിലും മടിയുണ്ടോ? ഏയ് ഇല്ലമ്മേ, എനിക്ക് ജയിക്കണം, ഞാൻ തല താഴ്ത്തി വന്ന് നിന്നെ വിളിക്കണം, അതായിരുന്നു നിൻ്റെ ആഗ്രഹം. അത് സാധിച്ചില്ലേ, ഇനി എനിക്കൊപ്പം നിനക്ക് വന്നൂടെ? ഇതിനു വേണ്ടി ഇനി ഞാൻ നിൻ്റെ കാല് പിടിക്കണോ? അങ്ങനെ പിടിക്കണമെങ്കിൽ പിടിക്കാം. അമ്മേ, അതൊന്നും വേണ്ടമ്മേ, ഞാൻ വരാം. എങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കോ, എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ. ഇപ്പം തന്നെ നമ്മൾ പുറപ്പെടുക. ജീവിതത്തിൽ ഞാൻ തലകുനിച്ചിട്ടുള്ളത് എൻ്റെ ഭർത്താവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിലാണ്. വീട്ടിൽ പോലും ഞാൻ വലിയ വാശിക്കാരിയായിരുന്നു. ഇപ്പോൾ ആഗ്രഹമില്ലെങ്കിലും ഞാൻ എൻ്റെ മരുമകളുടെ മുമ്പിൽ തലകുനിക്കുക. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അമ്മ എൻ്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എങ്കിലും നിൻ്റെ മനസ്സിൽ ഒരു സന്തോഷം കാണില്ലേ? അവസാനം പത്തി മടക്കി ഞാൻ വന്നല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കുന്നേയില്ല. അമ്മയ്ക്ക് എന്നെ മനസ്സിലാവാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആ സമയത്ത് ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞു മോളെ. നീ ആരാണെന്ന് നീ എനിക്ക് അറിയിച്ചു തന്നു. ശരി ശരി, പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങുക. നമ്മൾ അവിടെ ചെല്ലുന്നത് വരെ ആദർശിനെ വിളിക്കരുത്. നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി. അമ്മ വിളിക്കാൻ വന്നതിൽ നയനയ്ക്ക് നല്ല സന്തോഷമുണ്ട്. എന്നിട്ട് നയന മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും എൻ്റെ ആഗ്രഹം നടന്നല്ലോ, പ്രാർത്ഥന പോലെ എല്ലാം വന്നല്ലോ. ദേവയാനി അതും പറഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ നന്ദുവും അച്ഛനും എഴുന്നേൽക്കാണ് ദേവയാനി കണ്ടപ്പോൾ. ദേവയാനി എന്നിട്ട് പറയാണ്, പറയാനുള്ളതെല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങളോട് ഞാൻ വന്നത് എന്തിനാണെന്ന് പറയണമല്ലോ. കനക എവിടെ? കനക അപ്പോൾ ചായയുമായിട്ട് അങ്ങോട്ട് വരികയാണ്. ഇതാ ചായ. ചായ കുടിക്കാനല്ല ഞാൻ വന്നത്, ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ. എങ്കിലും ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. അനന്തപുരിയിൽ നിങ്ങളുടെ മകൾ മരുമകളായി വന്നതിന് ശേഷം ഞാനുൾപ്പെടെ അവിടെ പലർക്കും പ്രസക്തിയില്ലാതായി. എല്ലാവർക്കും അവൾ തന്നെ വേണം. അച്ഛനും അമ്മയ്ക്കും അവളില്ലാതെ പറ്റില്ല. ഏട്ടനും അനിക്കും അജയനും ഒക്കെ അങ്ങനെ തന്നെ. വീട്ടിലുള്ള ചില പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അവളോടും നബിയോടും ദേഷ്യമുള്ളത്. പിന്നെ ആദർശിൻ്റെ കാര്യം പറയണ്ടല്ലോ, അവന് രാത്രിയിൽ ഉറക്കമില്ല. അറിയാലോ, ശ്വാസമുട്ടൽ ഉള്ളവനാ എൻ്റെ മോന്. അതുകൊണ്ട് തന്നെ അവനൊരു കൂട്ടില്ലാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു അസുഖം വന്നാൽ സഹായിക്കാൻ ഒരാൾ വേണ്ടേ അടുത്ത്? മാത്രമല്ല, ഇപ്പോൾ അവൻ്റെ ഉറക്കം കളയുന്നത് നിങ്ങളുടെ മകളാ. ഒരു സാഹചര്യത്തിൽ അവൾ അവിടെ വേണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ എനിക്കൊപ്പം. ആരോടും പറയാതെ ഞാൻ വന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കുമായിരുന്നു അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ. കേട്ട് കനക ചിരിക്കുകയാണ്. പക്ഷേ നനയുടെ അച്ഛൻ പറയാണ്, മനസ്സില്ല മനസ്സോടെ കൂട്ടിക്കൊണ്ടു പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തന്നെ ദേവയാനി പറയാണ്, എനിക്ക് നിർബന്ധമൊന്നുമില്ല, പിന്നെ ആദർശിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. ഇത്ര പെട്ടെന്ന് എല്ലാം എടുത്തോ? എനിക്ക് അങ്ങനെ എടുക്കാനൊന്നുമില്ല, കുറച്ച് സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തീരുമാനിച്ച മോളെ, അച്ഛൻ ചോദിക്കുക. അമ്മ വന്ന് വിളിച്ചതല്ലേ, പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ അച്ഛാ. ദേവയാനി പറയാണ്, അങ്ങനെ വിഷമിച്ച് വരണമെന്നൊന്നുമില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. പറഞ്ഞല്ലോ, അമ്മ ഒന്ന് ഫോൺ ചെയ്താൽ പോലും ഞാൻ വരുമായിരുന്നു. അറിയാത്ത അമ്മ ഇതിനു വേണ്ടി ഇവിടെ വന്ന് കഷ്ടപ്പെടേണ്ടായിരുന്നു. ഞാനല്ലേ നിന്നോട് മാറി താമസിക്കാൻ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ തന്നെയാണ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതും. അതോടെ വീട്ടിൽ എല്ലാവരുടെയും പരാതിയും തീരുമല്ലോ. അസുഖക്കാരിയായതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ആരും ഒന്നും പറയാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ ഞാനും മനസ്സിലാക്കണമല്ലോ. ഞാൻ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെ കുറേ കുരങ്ങ് കളിപ്പിച്ചതല്ലേ മോളെ, ഞാനും അത് തന്നെ ചെയ്തോളാം. പെട്ടെന്നാണ് കനക പറയുന്നത്, ശരീരമൊക്കെ നോക്കണേ മോളെ. അപ്പോൾ ദേവയാനി, അതിനിവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? കനക എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛൻ പറയാണ്, അങ്ങനെ അസുഖമൊന്നുമില്ല, ചെറിയൊരു നടുവേദന. ആ നടുവേദന ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് നടുവേദന എന്ന് പറയാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ശരീരം നോക്കണേ മോളേന്ന്. അത് പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ. വീട്ടുജോലിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് നീ മടി പിടിച്ചിരിക്കുകയായിരിക്കും, അതുകൊണ്ടാണ് നടുവേദന വന്നത്. അപ്പോഴേ ഞാൻ കൊണ്ടുപോവുക നിങ്ങളെ മോളെ. ഇനി ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം. ബാക്കിയൊക്കെ ഇവളുടെ സ്വഭാവം പോലെ ഇരിക്കും. കനക പിന്നെ നയനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ദേവയാനി കൈപിടിച്ച് കരുതലോടെയാണ് നയനയെ സ്റ്റെപ്പൊക്കെ ഇറക്കുന്നത്.
ഞാൻ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. എന്നിട്ട് പറയാണ്, കയറിക്കോ. ഇനി ഡോറ് തുറന്ന് അകത്തേക്ക് അനയിച്ചില്ലെങ്കിൽ വന്നില്ലെങ്കിലോ? കയറ്. ഞാനും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി അച്ഛനെയും അമ്മയെയും. എന്നിട്ട് വണ്ടിയിൽ കയറി. ഞാനെയും വണ്ടിയിൽ കയറി. രണ്ടുപേരും പോവുകയാണ്. ഞാനയുടെ അച്ഛൻ അമ്മയോട് പറയാണ്, മനസ്സില്ലാ മനസ്സോടെയാണ് അവർ വന്ന് വിളിച്ചുകൊണ്ട് പോയത്. മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ വിടണ്ടായിരുന്നു കനകെ. നന്ദു പറയാണ്, ആദർശേട്ടൻ്റെ അമ്മ ബന്ധം പിരിയാൻ വേണ്ടി വന്ന് പറയുമായിരിക്കും എന്നല്ലേ അച്ഛൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോയില്ലേ? ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാ അച്ഛാ? കനകയും പറയാണ്, അതേ ഗോവിന്ദേട്ടാ, നന്ദൂട്ടൻ പറഞ്ഞത് ശരിയാ. മോനും അതല്ലേ ആഗ്രഹിച്ചത്. സത്യം പറഞ്ഞാൽ മോൻ്റെ വിഷമം അമ്മ തിരിച്ചറിഞ്ഞു എന്ന് വേണം പറയാൻ. എങ്കിലും അവിടേക്ക് മോള് ചെല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട് ആ വീട്ടിൽ. അവരുടെ മുഖ എന്നെ ഭയപ്പെടുത്തുന്നത്. അനി അനാമികയെ വിളിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. അപ്പോൾ അനാമികയുടെ അച്ഛൻ ഓരോന്നും പറഞ്ഞ് ചൂട് കയറ്റുകയാണ്. അപ്പോൾ പിന്നെ പറയാണ്, മൂർത്തി സാറിൻ്റെ വീട്ടിൽ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ പോലും അത് പിന്നെ വൈറലാണ്. പിന്നെ സോഷ്യൽ മീഡിയ അതെടുത്തിട്ടങ്ങ് അലക്കും. അതുകൊണ്ട് പരമാവധി വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നോക്കേണ്ടത്. പെട്ടെന്ന് അനി പറയാണ്, അതുകൊണ്ടാ പലതും കണ്ടില്ലാന്ന് നടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവളെ തട്ടിക്കൊണ്ടുപോയിരുന്നോ? ഒന്നും അറിയാത്ത പോലെ അച്ഛൻ സംസാരിക്കണ്ട. നന്ദു അനാമികയെ തല്ലിയതിൻ്റെ പ്രതികാരം തീർത്തതാ. അത് പകല് പോലെ വ്യക്ത. ഞങ്ങൾ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ അവളെ കെട്ടിത്തൂക്കിയനെ. ദേ, മോള് നിനക്കൊപ്പം വരാൻ തയ്യാറായിരിക്കുക. ആ നേരത്ത് വെറുതെ വേണ്ടാത്ത വർത്താനം പറയരുത്. നന്ദുവിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നോ അവളെ കിഡ്നാപ്പിംഗ് ചെയ്തെന്നോ അവളെ കെട്ടിത്തൂക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് ഒരു ആരോപണമുണ്ട്. കയ്യിലിരിപ്പ് ശരിയല്ല, അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ശത്രുക്കൾ കാണും. അനാമിക പറയാം, അവൾക്കങ്ങനെ പറയത്തക്ക ശത്രുക്കളൊന്നുമില്ല. അവളെ കൊല്ലണം എന്നാഗ്രഹിച്ച് നടക്കുന്നത് ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അനാമികയുടെ അമ്മ ചോദിക്കുകയാണ്, അല്ല മോനെ, ആരായി എല്ലാവരും? വേറെ ആരാ, ഇവൻ്റെ ഏട്ടനും ഏട്ടത്തിമാരും തന്നെ. ഇനിയിപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ആ നോക്ക്. അപ്പോൾ അച്ഛൻ പറയാണ്, പോകുന്നതൊക്കെ കൊള്ളാം. ഞങ്ങളുടെ മോൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ ഞങ്ങളുടെ മോളെയും കൂട്ടി ഇങ്ങ് വരും. നീയല്ല വേറെ ആര് വന്ന് വിളിച്ചാലും ഞങ്ങൾ മോളെ അങ്ങ് വിട്ടുതരത്തില്ല. അനി പറയാണ്, ഇവളെ കല്യാണം കഴിച്ചത് എൻ്റെ തറവാടെടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ല. ഒരു മരുമകളുടെ കടമ ചെയ്ത് അവിടെ ജീവിക്കാനാ. നീ ആദ്യം മരുമകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പട്ടിക തയ്യാറാക്കിയിട്ട് എനിക്ക് താ. അതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. നീ വേറെ ആരും ഇവളെ സ്നേഹിച്ചില്ലെങ്കിലും നിൻ്റെ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ മോൾക്ക് വേണം. അവളുടെ അമ്മ അനിയോട് പറയാണ്. അനാമിക, അതാ ഇല്ലാത്തത്. നിൻ്റെ സംസാരവും പ്രവൃത്തി നന്നായാൽ അതൊക്കെ ഉണ്ടാവും. ആയാലും ഒരു കാര്യം ഞാൻ നിങ്ങൾ 3 പേരോടുമായിട്ട് പറയാം. അവരുടെ ആജ്ഞകൾ അനുസരിച്ച് അടിമയായിട്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ എന്താ അച്ഛാ വേണ്ടത്? പോയിക്കോ. ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ അവൻ വന്ന് വിളിച്ചു എന്ന് വരില്ല. അവൻ്റെ വല്യമ്മയെ കരുതി വന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കൊടുക്കാണ്, ദേവയാനിയെ സോപ്പിട്ട് നിൽക്കണം. ഒന്നുമില്ലെങ്കിലും സ്വന്തം മരുമകളെ തള്ളിക്കളഞ്ഞിട്ട് നിന്നെ സ്നേഹിക്കല്ലേ അവർ. നിൻ്റെ പരിഗണനയെങ്കിലും അവർക്ക് കൊടുക്ക്. മോള് വാ. അമ്മ പോയി മകളെ വണ്ടിയിൽ കയറ്റി വിടുകയാണ്. അനാമിക അനിയോട് പോയി ചോദിക്കുകയാണ്, ഞാൻ ഫ്രണ്ടിലിരിക്കണോ ബാക്കിലിരിക്കണോ? നിനക്കിഷ്ടമുള്ളിടത്തിരിക്കാം. എവിടെ ഇരുന്നാലും കാറ് മുന്നോട്ട് പോകും. വെറുതെ തർക്കിക്കാതെ അങ്ങോട്ട് കയറിയിരിക്കും മോളെ, ചെല്ല്. അച്ഛൻ പോയി അനിയോട് പറയാണ്, പറഞ്ഞതൊക്കെ മോനെ ഓർമ്മയുണ്ടല്ലോ. അപ്പം അനി ഓർത്തു വെക്കാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് എത്ര കാലം ഒത്തുപോകും ദേവതി? അധികകാലമൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം. അതിനുള്ള സാമർഥ്യം നിൻ്റെ മോൾക്കില്ല. അവൾക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അധികാരം അവൾക്ക് ആ വീട്ടിൽ കിട്ടിയേനെ. ജാനകി ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അപ്പച്ചി വരികയാണ്. ജലജ എന്നിട്ട് ജാനകിയോട് പറയാണ്, ഒറ്റയ്ക്ക് അധികം പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ഏട്ടത്തിയോട് പറഞ്ഞതാണല്ലോ. പിന്നെ ഇത് ഏട്ടത്തി എങ്ങോട്ടാ പോയത്? വേറെ എങ്ങോട്ടാ? കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഏട്ടത്തി ഇപ്പോൾ. അപ്പം ജലജ, ഏതോ മനുഷ്യപ്പറ്റുള്ള പെൺകുട്ടി കരൾ കൊടുത്തു. അവൾക്ക് അവളുടെ പേര് വെളിപ്പെടുത്താനോ ഏട്ടത്തിയുടെ മുന്നിലേക്ക് വരാനോ താല്പര്യമില്ല. പിന്നെന്തിനാ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇവിടെ പൈസക്ക് ഓരോരുത്തർ ബുദ്ധിമുട്ടി നടക്കുക. എനിക്കാണെങ്കിൽ ഒരു ബാങ്ക് ബാലൻസ് പോലും ഇല്ല. അങ്ങനെയുള്ള നമ്മളെ സഹായിക്കുന്നതിന് പകരം
പണം വേണ്ടാത്തവർക്ക് 50 ലക്ഷമാണ് എറിഞ്ഞു കൊടുത്തത്. അതിനവൾ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തില്ലല്ലോ. അത് വലിയ വിഷമായിപ്പോയി. എടീ, അക്കാര്യത്തിൽ ഏട്ടത്തിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഏട്ടത്തി കൊടുക്കുന്ന പണം അതവരുടെ സ്വന്തം പണം. കല്യാണം കഴിഞ്ഞ സമയത്തും പിന്നീടും ഏട്ടത്തിയുടെ വീട്ടുകാർ കോടികളാണ് ഏട്ടത്തിക്ക് കൊടുത്തിരിക്കുന്നത്. ആദർശും ഏട്ടനും പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഏട്ടത്തിയുടെ പേരിലാണല്ലോ ഇടുന്നത്. എല്ലാം കൂടി ഇപ്പോൾ ഏട്ടത്തിയുടെ പേരിൽ ഒരു 10-15 കോടി കാണും. അതിൽ നിന്നൊരു 50 ലക്ഷം പോയാൽ ഏട്ടത്തിക്ക് എന്ത് കോട്ടം നട്ടാനാ? അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ജലജയെ. അപ്പോഴാണ് കാറ് വരുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അനിയത്തി അവിടെ അനാമിക മോളും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ജലജ, ഈശ്വര, അവളെ കാണില്ലേ. അനാമികയും ഇറങ്ങി. അപ്പോൾ ജാനകി പറയാണ്, ദേ മോള് വന്ന് ജലജയെ. വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ജാനകി മോളെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പച്ചി ഒന്ന് പറയാണ്, അനി വന്ന് വിളിച്ചാൽ മോള് വരുമോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാനും ജാനകിയും. ഏതായാലും മോള് വന്നല്ലോ. അനാമിക പറയാ, ഇഷ്ടമുണ്ടായിട്ട് വന്നതൊന്നുമല്ല. പിന്നെ അമ്മയെയും വല്യമ്മയും അപ്പച്ചിയും ഒക്കെ ഓർത്തപ്പോൾ വന്നതാ. അല്ലെങ്കിൽ ഇവൻ്റെ സംസാരത്തിന് ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരേണ്ടതല്ല. പിന്നെ വരണം എന്ന രീതിയിലല്ല ഇവൻ സംസാരിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചു. വന്ന് വിളിച്ചതല്ലേ പൊയ്ക്കോളാൻ എന്ന് പറഞ്ഞു. മോളെ, ഇവനെയും ഇവൻ്റെ ഏട്ടത്തിയെയൊക്കെ പറഞ്ഞ് തിരുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇവൻ്റെ സംസാരത്തിന് മോള് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ആ, അത് ശരിയാ. മോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അടിച്ച് പിരിഞ്ഞ് മോളുടെ വീട്ടിൽ പോയി നിൽക്കണം എന്ന എൻ്റെ മരുമോളുടെയും ഏട്ടത്തിയുടെ മരുമോളുടെയും ആഗ്രഹം. ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് മോളെ. മുത്തവളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യ. എൻ്റെ കൂടെ ഇനി വീട്ടിൽ പോയി നിൽക്കുന്നവൾ വരാതിരുന്നാൽ മതിയായിരുന്നു. അനി പറയാണ്, നിനക്ക് മുന്നേ ഈ വീട്ടിലേക്ക് വന്നവളാ ഞാനെടുത്തി. പിന്നെ അവരിവിടുന്ന് മാറി നിൽക്കേണ്ട കാര്യം എന്താ? അവളാൾ ശരിയല്ല, അതുകൊണ്ട് തന്നെ. ആരാ അമ്മേ ശരി? ആ, കേട്ടോ, അവളെ പറഞ്ഞത് ഇവന് ഇഷ്ടപ്പെട്ടില്ല അമ്മേ. എന്നെ ചൊടിപ്പിക്കുന്നത്. ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നാൽ പിന്നെ നീ പോടി നിൻ്റെ വഴിക്ക്. മോള് വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടാതെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. എൻ്റെ മോളില്ലാത്തത് കൊണ്ട് ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. വാ മോളെ. അപ്പോഴാണ് വീണ്ടും ഒരു കാറ് വരുന്ന ശബ്ദം കേട്ടത്. എല്ലാവരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അതായത് അനിയും അനാമികയോ അപ്പച്ചിയോ ജാനകിയോ ഒക്കെ. അങ്ങനെ കാറ് നിർത്തി അതിൽ നിന്നും ദേവയാനിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അപ്പച്ചി പറയാണ് അനാമിക മോളോട്, ദേ മോളുടെ വല്യമ്മ എത്തി. ഇനി പരാതിയൊക്കെ വല്യമ്മയോട് പറഞ്ഞോ. ദേവയാനി നയനയോട് പറയാണ്, ഇനി നിന്നോട് പ്രത്യേകം പറയണോ ഇറങ്ങാൻ? അപ്പോഴാണ് നയന ഇറങ്ങുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ട് ഓരോരുത്തരും ഷോക്കടിച്ചതുപോലെയായി. അനാമികയും അപ്പച്ചിയും ജാനകിയും ഒക്കെ. അത് കണ്ട് അനാമിക പറയാണ്, ഞാൻ വന്നപ്പോൾ തന്നെ വല്യമ്മ അവളെയും കൂട്ടിക്കൊണ്ട് വരികയാണല്ലോ. ജലജ, ജാനകി, ഈ കാണുന്നത് സ്വപ്നമാണോ അതോ സത്യമാണോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇവളെ വിളിക്കാനാണോ ഏട്ടത്തി പോയത്? ഒന്നും അറിയില്ല. പിന്നെ ദേവയാനി നയനയോട് ചോദിക്കുകയാണ്, നിനക്ക് പരിചയമില്ലാത്ത വീടാണോ? നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വരാൻ നോക്ക്, വാ. ഏട്ടത്തി ഇവളെ വിളിച്ചു കൊണ്ടുവരാനാണോ പോയത്? അതെ, എല്ലാവർക്കും അറിയാലോ. ആദർശനാണെങ്കിൽ തീരെ ഉറക്കമില്ല. അവൻ ഏതു നേരവും ഇവളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുക. അച്ഛനും അമ്മയ്ക്കും ഇവളില്ലാത്തത് ഒരു ശ്വാസം മുട്ടലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജേട്ടനും. എന്നെ സ്നേഹിക്കുന്നവരുടെ കുറ്റപ്പെടുത്തലും സങ്കടം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള അവൻ്റെ പെരുമാറ്റം അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനൊരു പരിഹാരമായിട്ടാണ് ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ പോയി വിളിക്കാതെ ഇവൾ വരത്തില്ലല്ലോ. എന്നാൽ പിന്നെ ഞാനും കരുതി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. അനക്ക് മോളെ ഇപ്പം അനി വിളിച്ചു കൊണ്ട് വന്നതേ ഉള്ളൂ. ദേവയാനി ചിരിച്ചുകൊണ്ട് പറയാണ്, ആ, അതൊരു നല്ല കാര്യമല്ലേ. മോള് വന്നപ്പോൾ തന്നെ ഇവളും വന്നതിൽ മോൾക്ക് വിഷമമുണ്ടെന്നറിയാം. മുൻകൂട്ടി അറിഞ്ഞില്ലല്ലോ മോളീ സമയത്ത് വരുമെന്ന്. അപ്പം ജലജ പറയാണ്, മോളെപ്പോൾ വന്നാലും ഇവളെ വിളിച്ചു കൊണ്ടുവരാൻ ഏട്ടത്തി തീരുമാനിച്ച സ്ഥിതിക്ക് ഇവളിങ്ങോട്ട് വരുമല്ലോ. ഈ വീട്ടിലുള്ളവരുടെ സങ്കടം കണക്കിലെടുത്താ എനിക്കിഷ്ടമില്ലാതൊരു പ്രവൃത്തി ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ അത് തെറ്റായിപ്പോയെങ്കിലും നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെപ്പോലെ ഇവൾ അകത്ത് കയറിക്കോട്ടെ എന്ന് കരുതിയേ പറ്റൂ. ജാനകി, അകത്ത് കയറുന്നതൊക്കെ കൊള്ളാം. എൻ്റെ മോൾക്ക് നീയൊരു ശത്രുവായിരുന്നു. അതിന് ഞാനൊരിക്കലും അനാമികയെ ശല്യപ്പെടുത്തിയില്ലല്ലോ ഇളയമേ. ആരാ പറഞ്ഞത് ഇല്ലാന്ന്? നിങ്ങളും നിങ്ങളുടെ ചേച്ചിയും കൂടെ തരം കിട്ടുമ്പോഴൊക്കെ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഇനി എൻ്റെ മോളെ നീയോ നിൻ്റെ ചേച്ചിയോ കരയിപ്പിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അനി പറയാണ്, ഏട്ടത്തിയെ വല്യമ്മ പോയി വിളിച്ചുകൊണ്ട് വന്നത്. ഏട്ടത്തി ഈ വീട്ടിലെ മൂത്ത മരുമകളാ. അതുകൊണ്ട് ഇതുപോലുള്ള സംസാരം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അതിപ്പം അമ്മയുടേതായാലും ശരി. അത് അനി പറഞ്ഞത് ദേവയാനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ശരി, എൻ്റെ മരുമകൾ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ടാവും, ദേവയാനി മനസ്സിൽ ചിന്തിക്കുക. ദേവയാനി എന്നിട്ട് നയനയെ നോക്കുകയാണ് സന്തോഷത്തോടെ. ദേവയാനി എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നയനയെ കൂട്ടിക്കൊണ്ട് വന്നത്. അത് മറ്റുള്ളവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ദേവയാനി പെട്ടെന്ന് തന്നെ ആരോടും ഒന്നും പറയണ്ട എന്ന് വിചാരിച്ച് എല്ലാം മനസ്സിൽ തന്നെ മൂടി വെച്ചിരിക്കുകയാണ്. ദേവയാനിയെയും ഒരുപാട് കളിപ്പിച്ചതല്ലേ നയനയും വീട്ടുകാരും മറ്റുമൊക്കെ. അതുകൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.